ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മഴതോരും മുൻപേ സീരിയലിൻ്റെ വരാൻ പോകുന്ന അടിപൊളി എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ റൂമിൽ തന്നെ ഓരോന്ന് ചിന്തിച്ചിരിക്കുന്ന രോഹിത്തിൻ്റെ അടുത്തേക്ക് കൃഷ്ണമോള് വരുന്നുണ്ട്. എന്നിട്ട് ചേട്ടൻ എന്താ താഴേക്കൊന്നും ഇറങ്ങാതെ എപ്പോഴും പഴയതൊക്കെ ആലോചിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ രോഹിത്ത് പറയുന്നുണ്ട്, അതല്ലടി മോളെ ഞാൻ ആലോചിച്ചത്, അലീന ചേച്ചിയെക്കുറിച്ചാണ്. ചേച്ചിക്ക് എങ്ങനെയാണ് എന്നെ ഇത്രമാത്രം സ്നേഹിക്കാൻ കഴിയുന്നത്? ഞാൻ എന്തെല്ലാം വൃത്തികേടുകളാണ് ചേച്ചിയോട് കാണിച്ചിട്ടുള്ളത്? ചേച്ചി ഞാൻ എന്തെല്ലാം പറഞ്ഞതാണ്, എന്നിട്ടും അതൊന്നും മനസ്സിൽ വെക്കാതെയല്ലേ ചേച്ചി എന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത് എന്നൊക്കെ രോഹിത്ത് പറയുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, അതാണ് ചേട്ടാ എൻ്റെ അലീന ചേച്ചി. ചേച്ചി ഒരിക്കലും ഒരാളെയും ദ്രോഹിക്കില്ല, എല്ലാവർക്കും നല്ലത് വരണമെന്നേ ചേച്ചി ആഗ്രഹിക്കുള്ളൂ. ചേട്ടൻ്റെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുപോലെ തന്നെയാണ് അലീന ചേച്ചി ശരണ്യ ചേച്ചിയും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നത്. അലീന ചേച്ചിയെ ഇപ്പോൾ എല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു, നമ്മുടെ അമ്മ ഒഴികെ എന്ന് പറയുമ്പോൾ നമ്മുടെ അമ്മ ഒരിക്കലും ചേച്ചി എന്തായാലും മനസ്സിലാക്കാൻ പോകുന്നില്ല മോളെ. അമ്മ ഒരാളാണ് എൻ്റെ ഉള്ളിലും അലീന ചേച്ചിക്കെതിരെ വിഷം കൊത്തിവെച്ചത്. അലീന ചേച്ചി വന്നതിൽ പിന്നെയാണല്ലോ നമ്മുടെ കുടുംബത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായത്. ഞാൻ ഇത്രയും കാലം കരുതിയത് എല്ലാത്തിനും കാരണം അലീന ചേച്ചിയാണെന്നാണ്. എന്നാൽ ഇപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവിടെയുള്ള ഓരോ പ്രശ്നത്തിനും പിന്നിൽ അത് നമ്മുടെ അമ്മയാണെന്ന്. അമ്മയുടെ ഒരു സംശയ രോഗമാണ് എല്ലാത്തിനും കാരണം. അതിന് മാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് രോഹിത്. അപ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, രോഹിയേട്ടാ ഞാൻ ഒന്ന് പറയാം, അമ്മയിപ്പോൾ അലീന ചേച്ചിയോട് ചെയ്യുന്ന ക്രൂരതകൾ ഓർത്ത് പിന്നീടിലൊരിക്കൽ കരയേണ്ടി വരും എന്ന് പറയുമ്പോൾ അതെന്താണ് നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ പലവട്ടം ശ്രദ്ധിച്ചിട്ടുണ്ട്, അലീനയുമായിട്ട് ബന്ധപ്പെട്ട എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞിരിപ്പുണ്ടെന്ന്. ശിവനങ്കിളിനും രാജീവ് അങ്കിളിനും ഒക്കെ പെട്ടെന്നാണ് അലീന ചേച്ചിയോട് സ്നേഹം തോന്നിയത്. അതുപോലെ നമ്മുടെ അച്ഛനും പലതവണ പറഞ്ഞിട്ടുണ്ട് അലീന ചേച്ചിയെ നമ്മുടെ സ്വന്തം ചേച്ചിയാണെന്ന്. ഇനി അമ്മ പറയുന്നത് പോലെ അലീന ചേച്ചി അച്ഛൻ്റെ മകൾ തന്നെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയും, അല്ല ഒരിക്കലുമല്ല, അച്ഛൻ്റെ മകളല്ല അലീന ചേച്ചി. പിന്നെ അവൾ ആരുടെ മകളാണ് എന്ന് ചോദിക്കുമ്പോൾ അത് പിന്നെ രോഹിയേട്ട, അതെ കൃഷ്ണമോളെ നിനക്ക് എല്ലാം അറിയാം, അതുകൊണ്ട് നീ ഇനി എന്നിൽ നിന്നൊന്നും മറച്ചു പിടിക്കണ്ട. അലീന ചേച്ചി ശരിക്കും ആരാ, സത്യം പറ എന്നൊക്കെ രോഹിത്ത് ചോദിക്കുമ്പോൾ കൃഷ്ണമോള് പറയുന്നുണ്ട്, ഞാൻ ഈ പറയുന്ന കാര്യം ഒരിക്കലും നമ്മുടെ അമ്മയോ ബബിതേച്ചിയോ അറിയാൻ പാടില്ല. അലീന ചേച്ചി ശരിക്കും നമ്മുടെ അമ്മയുടെ മകളാണ്, നമ്മുടെ അമ്മ പ്രസവിച്ച മകളാണ് അലീന ചേച്ചി എന്നൊക്കെ കൃഷ്ണമോള് പറയുന്നതും രോഹിത് ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. എന്താ നീ പറഞ്ഞത്, അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ മകളാണെന്നോ? അതെങ്ങനെ ശരിയാകും എന്ന് ചോദിക്കുമ്പോൾ അതേ രോഹിയേട്ടൻ, ഞാൻ പറഞ്ഞത് സത്യമാണ്, നമ്മുടെ അമ്മയുടെ മകളാണ് അലീന ചേച്ചി. രോഹിയേട്ടൻ ഈ വോയിസ് ക്ലിപ്പ് ഒന്ന് കേട്ട് നോക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീന രേവതിക്കുട്ടിയോട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പ് കൃഷ്ണമോള് അവിടെ രോഹിത്തിനെ കേൾപ്പിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് കേട്ടതും രോഹിത്തിൻ്റെ കണ്ണൊക്കെ അങ്ങ് നിറഞ്ഞു പോവാണ്. അപ്പോൾ നമ്മുടെ അമ്മയുടെ മകളായിരുന്നു അലീന ചേച്ചി, അങ്ങനെ വരുമ്പോൾ നമ്മുടെ ചേച്ചി തന്നെയല്ലേ എന്ന് ചോദിക്കുമ്പോൾ അതേ രോഹിയേട്ടൻ ഓർക്കുന്നുണ്ടോ അന്ന് നമ്മുടെ അച്ഛന് ആദ്യമായിട്ട് അറ്റാക്ക് വന്നത്? ഈ സത്യങ്ങൾ അറിഞ്ഞതിൽ പിന്നെയാണ് അച്ഛൻ അന്ന് അറ്റാക്ക് വന്നത് എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കും, അങ്ങനെയാണെങ്കിൽ അച്ഛൻ എന്തുകൊണ്ടാണ് ഇതേക്കുറിച്ച് അമ്മയോട് ചോദിക്കുന്നില്ല? അലീന ചേച്ചിയോട് എന്തുകൊണ്ട് സത്യങ്ങൾ തുറന്നു പറയുന്നില്ല? അതോ അലീന ചേച്ചി സത്യം പറയുമെന്ന് രോഹിട്ടിന് തോന്നുന്നുണ്ടോ? നമ്മുടെ അമ്മയുടെ ജീവിതം തകരേണ്ടെന്ന് കരുതിയായിരിക്കും ചേച്ചി ആരോടും ഒന്നും പറയാതെ ഇരിക്കുന്നത്. ഈ വിവരം അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഒരു പക്ഷേ ജീവനോടെ ഇരുന്നെന്ന് വരില്ല. പിന്നെ അച്ഛൻ്റെ കാര്യം, അമ്മയുടെ പോകെ ഇങ്ങനെയാണെങ്കിൽ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനാണ് അമ്മയുടെ പുറപ്പാടെങ്കിൽ അച്ഛൻ എണ്ണി അമ്മയുടെ ഓരോ കാര്യങ്ങളും ചോദിക്കാനുള്ള പുറപ്പാടിൽ തന്നെയാണ്. മിക്കവാറും അമ്മയുടെ കുഴി അമ്മ തന്നെ തോണ്ടും എന്നൊക്കെ പറയാണ് കൃഷ്ണമോള്. എന്നാലും മോളെ, നമ്മുടെ അച്ഛനെ സമ്മതിക്കണം, അലീന ചേച്ചി നമ്മുടെ അമ്മയുടെ അവിഹിത സന്തതിയാണെന്ന് അറിഞ്ഞിട്ട് അച്ഛൻ എങ്ങനെയാണ് ചേച്ചിയെ സ്വന്തം മകളായിട്ട് കാണാൻ പറ്റുന്നത്? വേറെ വല്ലവരും ആയിരുന്നെങ്കിൽ ഇതറിഞ്ഞ നിമിഷം തന്നെ അലീന ചേച്ചിയെ പുറത്താക്കി കാണും എന്ന് പറയുമ്പോൾ കൃഷ്ണമോള് പറയും, മറ്റുള്ളവരെ പോലെയാണോ ചേട്ടാ അലീന ചേച്ചി? നമ്മുടെ കുടുംബത്തിന് വേണ്ടി ചേച്ചി എന്തെല്ലാം ചെയ്യുന്നു? അച്ഛൻ്റെ കാര്യങ്ങൾ പോലും സ്വന്തം മക്കൾ നോക്കുന്നതിനേക്കാൾ നന്നായിട്ടല്ലേ ചേച്ചി നോക്കുന്നത്? ആ ചേച്ചി അച്ഛൻ എങ്ങനെ വെറുക്കാനാണ്? ചേട്ടാ സത്യം പറയാലോ, ഈ സത്യങ്ങൾ അറിയുന്നതിന് മുൻപ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അലീന ചേച്ചി നമ്മുടെ സ്വന്തം ചേച്ചി ആയിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ചേച്ചി സ്വന്തം ചേച്ചിയാണെന്ന് അറിഞ്ഞപ്പോൾ സങ്കടത്തിലുപരി എനിക്ക് സന്തോഷമായിരുന്നു. അതൊക്കെ ശരി തന്നെ. എന്നാലും മോളെ, നമ്മുടെ അച്ഛനെ അമ്മ ഇത്ര കാലം ചതിക്കുകയല്ലായിരുന്നു. ഒരു മകളുണ്ടായ കാര്യം 22 വർഷക്കാലമായിട്ട് അമ്മ അച്ഛനോടോ നമ്മളോടോ പറഞ്ഞിട്ടില്ലല്ലോ. എനിക്ക് അമ്മയോടിപ്പോൾ ദേഷ്യവും വെറുപ്പും മാത്രമേ ഉള്ളൂ. എന്തായാലും അച്ഛനോട് എനിക്ക് മാപ്പ് പറയണമെന്ന് പറയാണ് രോഹിത്. ചേട്ടൻ മാപ്പ് പറയുന്നതൊക്കെ കൊള്ളാം, പക്ഷേ രോഹിയേട്ടൻ ഇപ്പോൾ സത്യങ്ങൾ അറിഞ്ഞ കാര്യം അച്ഛനിപ്പോൾ തൽക്കാലം അറിയണ്ട എന്ന് പറയുമ്പോൾ ഇല്ല മോളെ, ഞാൻ എന്തായാലും പറയില്ല എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണമോള് അവിടെ നിന്നും പോകുന്നുണ്ട്. പിന്നീട് കുറച്ച് സമയം കഴിഞ്ഞ് വൈജ രോഹിത്തിൻ്റെ റൂമിലേക്ക് വരും. അമ്മയോ, അതേടാ ഞാൻ തന്നെ ഈ കയലിന് വയ്യാത്ത ഞാൻ നിൻ്റെ അടുത്തേക്ക് ഇടയ്ക്കിടയ്ക്ക് വരേണ്ട അവസ്ഥയാണല്ലോ.
നിനക്കിപ്പോൾ ഒരു കുഴപ്പവും ഇല്ലല്ലോ രോഹി, എന്നിട്ട് നീ എന്താ എൻ്റെ റൂമിലേക്ക് വരാത്തേ എന്ന് ചോദിക്കുമ്പോൾ അവിടെ വന്നിട്ട് എന്തിനാ അമ്മേ, എനിക്ക് അവിടെ വരാൻ ഒരു താല്പര്യവുമില്ല എന്ന് പറയുമ്പോൾ, ഓ നിനക്കിപ്പോൾ എന്നേക്കാൾ വലുതാണല്ലോ അലീന, നീ നിൻ്റെ അച്ഛനെ പോലെ അവളെ തലയിൽ കയറ്റി വെച്ചോ, ഇന്നല്ലെങ്കിൽ നാളെ പാല് കൊടുത്ത കൈക്ക് തന്നെ അവൾ തിരിഞ്ഞു കൊടുത്തും എന്നൊക്കെ പറയുമ്പോൾ, ഓ അങ്ങനെ പാല് കൊടുത്ത കൈക്ക് തിരിച്ചു കുത്തുന്നതൊക്കെ ആരാ എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അമ്മ കൂടുതലൊന്നും പറയണ്ട. എന്തായാലും എനിക്ക് ഒരു കാര്യം ഉറപ്പാണ്, അലീന ചേച്ചി ഒരിക്കലും ആരെയും ചതിക്കില്ല. അപ്പോൾ ഞാനാണോടാ എല്ലാവരെയും ചതിച്ചത്? വല്ലവന്മാരുടെ കൂടെ കിടന്നുണ്ടായതല്ലേടാ അങ്ങേർക്ക് ആ അലീന എന്ന് പറയുമ്പോൾ, ദേ അമ്മയെ വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണം. അച്ഛനാണോ അമ്മയാണോ അഴിഞ്ഞാടി നടന്നത് എന്നൊക്കെ അമ്മ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്ന് പറയുമ്പോൾ, അതെന്നാടാ നീ ഇന്ത എങ്ങനെ പറഞ്ഞ്? ഞാൻ ആരുടെ കൂടെയാടാ അഴിഞ്ഞാടിയത്? അതിന് അമ്മ അഴിഞ്ഞാടിയതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ഞാനൊന്ന് ചോദിച്ചോട്ടെ അമ്മയുടെ പ്രായത്തിൽ, അതായത് പഠിക്കുന്ന പ്രായത്തിൽ അമ്മ വല്ലവരെയും പ്രണയിച്ചിട്ടുണ്ടായിരുന്നോ എന്ന് രോഹിത് ചോദിക്കുമ്പോൾ വൈജയ്ക്ക് ആകെ ഞെട്ടലോടുകൂടി രോഹിയെ തന്നെ ഒരു നിമിഷം നോക്കി നിൽക്കുകയാണ്. ഞാൻ ആരെയും പ്രണയിച്ചിട്ടില്ല, ഞാൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത് എന്ന് പറയുമ്പോൾ, ഓ അങ്ങനെയാണെങ്കിൽ അമ്മയ്ക്ക് കൊള്ളാം. ഒരു കള്ളം ഏറെ കുറേ കാലമൊന്നും മറച്ചു പിടിക്കാൻ പറ്റില്ല അമ്മേ, ഇന്നല്ലെങ്കിൽ നാളെ അത് പുറത്തു വരിക തന്നെ ചെയ്യും. അമ്മ ഈ റൂമിൽ നിന്ന് പോയാൽ എനിക്ക് കുറച്ച് നേരം ഒന്ന് കിടക്കായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ വൈജ അവൻ്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോവാണ്. അന്നേരം രോഹിത് ആയിട്ട് വാതിൽ അങ്ങ് അടയ്ക്കുകയാണ്. അപ്പോൾ വൈജ ചിന്തിക്കും, അവൻ എന്തൊക്കെയോ അർത്ഥം വെച്ച പോലെയാണല്ലോ സംസാരിക്കുന്നത്. ഇനി അവനെങ്ങാനും എൻ്റെയും സ്റ്റാലിൻ്റെയും ബന്ധത്തെക്കുറിച്ച് എന്തെങ്കിലും അറിഞ്ഞു കാണുമോ? എൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞ് ആകെ ടെൻഷനോടുകൂടി വൈജ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. ഇതേ സമയം ബബിത അങ്ങോട്ട് വരും. എന്നിട്ട് അമ്മ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, അതെന്നാടി ഇത് നിൻ്റെ അച്ഛൻ്റെ വീടാണെന്ന് വെച്ച് ഇവിടെ നിൽക്കാൻ പാടില്ലെന്നുണ്ടോ എന്നും പറഞ്ഞ് വൈജ അവിടെ നിന്നും ദേഷ്യത്തിൽ റൂമിലേക്ക് പോവാണ്. ഈ അമ്മയ്ക്ക് ഇത് എന്ത് പറ്റി? ചിലപ്പോൾ അലീന ചേച്ചിയുടെ വല്ല കുറ്റവും പറഞ്ഞ് രോഹിയേട്ടൻ്റെ അടുത്തേക്ക് ചെന്നപ്പോൾ രോഹിയേട്ടൻ കണക്കിന് കൊടുത്തു കാണും എന്നൊക്കെ തനിയെ പറയുന്നുണ്ട് കേട്ടോ ബബിത. പിന്നീട് കാണിക്കുന്നത് ബാലേന്ദ്രൻ വരുന്നുണ്ട്. അപ്പോൾ അലീനയെ കണ്ട ബാലേന്ദ്രൻ ചോദിക്കും, മോളെ രോഹിത്തിനിപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഒരു കുഴപ്പവും ഇല്ല അച്ഛാ, അവനിപ്പോൾ പഴയ രോഹിത് തന്നെയാണ്, അവൻ റൂമിലുണ്ട് എന്ന് പറയുമ്പോൾ, എന്നാൽ ഞാൻ അവനെ ഒന്ന് കണ്ട് ഫ്രഷായിട്ട് താഴേക്ക് വരാം, അപ്പോഴേക്ക് മോള് ഭക്ഷണമൊക്കെ എടുത്തു വയ്ക്കുക എന്നും പറഞ്ഞ് ബാലേന്ദ്രൻ മുകളിലേക്ക് പോകും. എന്നിട്ട് രോഹിത്തിൻ്റെ റൂമിൻ്റെ പുറത്ത് നിന്ന് ബാലേന്ദ്രൻ വാതിലിൽ മുട്ടുമ്പോൾ രോഹിത്ത് വന്ന് വാതിൽ തുറക്കുന്നുണ്ട്. ആ അച്ഛനകത്തേക്ക് വാ എന്നൊക്കെ പറയുമ്പോൾ ബാലേന്ദ്രൻ അകത്തേക്ക് പോകും. നീ എന്താ മോനെ ഇന്ന് താഴേക്കൊന്നും അധികം ഇറങ്ങിയില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ അച്ഛൻ എന്താണെന്നറിയില്ല, വല്ലാത്തൊരു തലവേദന എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ എന്നിട്ട് നീ എന്താ ഇത്ര നേരമായിട്ട് പറയാതിരുന്നേ? നീ റെഡിയാവുക, നമുക്ക് വേഗം ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് പറയുമ്പോൾ, അതൊന്നും വേണ്ട അച്ഛാ, കുറച്ച് നേരം ഒന്ന് കിടന്നാൽ അത് റെഡിയാകും. എന്നാ മോൻ റെസ്റ്റ് എടുക്ക്, നീ ഫുഡൊക്കെ കഴിച്ചിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല അച്ഛാ, അതെന്താ മോനെ നീ ഇത്ര നേരമായിട്ട് ഫുഡ് കഴിക്കാത്ത? എനിക്ക് വിശപ്പില്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ, എന്നാ മോനൊരു കാര്യം ചെയ്യുക, കുറച്ച് കഴിഞ്ഞ് താഴേക്ക് വാ, അച്ഛനൊന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ പോകാൻ തുടങ്ങുമ്പോൾ രോഹിത്ത് അച്ഛ എന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോനെ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്നൊക്കെ ബാലേന്ദ്രൻ ചോദിക്കുമ്പോൾ അവൻ്റെ കണ്ണുകളൊക്കെ നിറഞ്ഞു പോവാണ്. എന്നിട്ട് ബാലചന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയും. അച്ഛൻ എന്നോട് ക്ഷമിക്കണം, സോറി അച്ഛ എന്ന് പറയുമ്പോൾ, അയ്യോ മോനെ നീ എന്തിനാ അച്ഛനോട് സോറി പറയുന്നത്? അതിന് മോൻ എന്നോട് തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അത് പിന്നെ അച്ഛൻ അമ്മയുടെ വാക്കും കേട്ട് ഞാൻ അച്ഛനെ പലതും പറഞ്ഞിട്ടുണ്ട്, ഞാൻ അച്ഛനെ തെറ്റിദ്ധരിച്ചു എന്ന് പറയുമ്പോൾ, അതാണോ? അതൊന്നും സാരമില്ലടാ മോനെ, നീ കരയാതിരിക്കുക, നീ ഇപ്പോഴെങ്കിലും അച്ഛനെ മനസ്സിലാക്കിയല്ലോ, എനിക്ക് അത് മതി, മോൻ കണ്ണു തുടയ്ക്ക്, അച്ഛൻ ഫ്രഷായിട്ട് ഇപ്പോൾ വരാം, എന്നിട്ട് നമുക്ക് ഒരുമിച്ച് ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിനെ സമാധാനിപ്പിച്ചതിന് ശേഷം ബാലേന്ദ്രൻ തൻ്റെ റൂമിലേക്ക് പോവാണ്. എന്നിട്ട് ഫ്രഷ് ആയതിനു ശേഷം ബാലചന്ദ്രനും രോഹിതും ഫുഡ് കഴിക്കാനായിട്ട് വരും. എന്താ മോനെ നിൻ്റെ മുഖത്തെന്താ ഒരു സങ്കടം എന്ന് അലീന ചോദിക്കുമ്പോൾ രോഹിത് പറയും, ഒന്നുമില്ല ചേച്ചി ഫുഡ് കഴിച്ചില്ലേ എന്ന് പറയുമ്പോൾ, ഇല്ല മോനെ നിങ്ങൾ കഴിക്കാൻ, ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് അലീന പറയുന്നതും, അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ചേച്ചി ഞങ്ങളുടെ കൂടെ ഇരിക്കണം, ഇനി മുതൽ ചേച്ചി ഞങ്ങളുടെ കൂടെ ഇരുന്നിട്ട് വേണം ഭക്ഷണം കഴിക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞ് രോഹിത് അലീനയെയും അവർക്കൊപ്പം ഇരുത്തുന്നുണ്ട്. എന്നിട്ട് അവരെല്ലാവരും ഒരുമിച്ച് ഭക്ഷണം കഴിക്കും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ബാലേന്ദ്രൻ പറയും, മക്കളെ എനിക്ക് അർജൻറ്റായിട്ട് ഒരു കോൾ ചെയ്യാനുണ്ട്, അച്ഛൻ റൂമിലേക്ക് പോവുക എന്ന് പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ മുകളിലേക്ക് പോവും. ഇതേ സമയം അലീന പ്ലേറ്റും ഭക്ഷണമൊക്കെ എടുത്ത് കിച്ചണിലേക്ക് എടുത്തു വയ്ക്കുമ്പോൾ രോഹിത് അങ്ങോട്ട് വരും. എന്താ മോനെ നിനക്ക് വല്ലതും വേണോ എന്ന് ചോദിക്കുമ്പോൾ, ഒന്നും വേണ്ട ചേച്ചി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ചേച്ചിക്ക് ശരിക്ക് ഈ കുടുംബവുമായിട്ട് എന്താ ബന്ധം എന്നൊക്കെ രോഹിത് ചോദിക്കുന്നതും അലീനയാകെ ആ ഒരു ചോദ്യം കേട്ട് ഞെട്ടിത്തരിച്ചങ്ങ് നിൽക്കുകയാണ്. എനിക്കെന്ത് ബന്ധം? എനിക്കൊരു ബന്ധവും ഇല്ല മോനെ, ഞാൻ ഇവിടുത്തെ സെർവൻ്റ് അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, അങ്ങനെയാണോ ചേച്ചി ഇവിടുത്തെ സെർവൻ്റ് മാത്രമാണോ അതോ വൈജയന്തി എന്ന ഞങ്ങളുടെ അമ്മയുടെ മകളാണോ എന്ന് രോഹിത് ചോദിക്കുന്നതും അലീന വീണ്ടും ഷോക്ക്ഡായിട്ട് നിൽക്കുകയാണ്. എന്താ മോനെ നീ പറഞ്ഞേ? അതേ ചേച്ചി, ഞാൻ എല്ലാം അറിഞ്ഞു, കൃഷ്ണമോൾ എന്നോട് എല്ലാം പറഞ്ഞു. എന്തിനാ ചേച്ചി അമ്മയുടെ കുത്തുവാക്കുകളെല്ലാം സഹിച്ചു നിൽക്കുന്നത്?
ചേച്ചിക്ക് സത്യങ്ങൾ അമ്മയോട് തുറന്ന് പറഞ്ഞൂടെ എന്ന് ചോദിക്കുമ്പോൾ അലീന അവിടെ പൊട്ടിക്കരയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോനെ നീ ഈ കാര്യം മറ്റാരോടും പറയരുത്. ഞാനിവിടെ വന്നതുപോലും എൻ്റെ അമ്മയെ ഒന്ന് കാണാനും കുറച്ച് ദിവസം അമ്മയുടെ കൂടെ താമസിക്കാനുമാണ്. ഞാൻ വൈജ മേഡത്തിൻ്റെ മകളാണെന്ന സത്യം ഞാൻ ആരെയും അറിയിക്കാൻ ആഗ്രഹിച്ചിട്ടില്ല മോനെ. ഈ നിമിഷം വേണമെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോകാൻ തയ്യാറാണ്. അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ ഞാൻ ഈ നിമിഷം തന്നെ ഇവിടെ നിന്ന് പോകും. ഞാൻ ഇവിടെ നിന്നും പോയി കഴിഞ്ഞാൽ അച്ഛൻ സത്യങ്ങൾ മൊത്തം അമ്മയോട് പറയും. അത് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ ജീവിച്ചിരിക്കില്ല. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുമ്പോൾ രോഹിത് ചോദിക്കും, എന്നാലും ചേച്ചി അമ്മ ഇപ്പോൾ എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. അമ്മ ഇനി അടങ്ങിയിരിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ചേച്ചി ഇവിടുന്ന് പുറത്താക്കാൻ അമ്മ ഏതറ്റം വരെയും പോകും എന്ന് പറയുമ്പോൾ അലീന പറയുന്നുണ്ട്, അറിയാം മോനെ, എനിക്കറിയാം. അമ്മ എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ, എന്നെ തല്ലിക്കോട്ടെ, എന്നെ വഴക്ക് പറഞ്ഞോട്ടെ, അതിലൊന്നും എനിക്ക് ഒരു പരാതിയില്ല. എനിക്ക് എൻ്റെ അമ്മയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. ഇനി അമ്മയെ കണ്ടെത്തിയതുപോലെ എനിക്ക് എൻ്റെ അച്ഛനെയും കണ്ടുപിടിക്കണമെന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി, ചേച്ചിയുടെ അച്ഛനെ കണ്ടുപിടിച്ചാൽ ചേച്ചി പിന്നെ ഇവിടുന്ന് പോവുമോ എന്ന് ചോദിക്കുമ്പോൾ, പോകാതെ പിന്നെ എന്നാണെങ്കിലും ഞാൻ ഇവിടുന്ന് പോകേണ്ടതല്ലേ മോനെ. അപ്പോൾ പിന്നെ ചേച്ചി ഇങ്ങോട്ട് വരില്ലേ എന്ന് ചോദിക്കുമ്പോൾ, അറിയില്ല, ഇനി അങ്ങോട്ടുള്ള എൻ്റെ ജീവിതം എന്താകുമെന്ന് എനിക്കൊരു നിശ്ചയമില്ല മോനെ. എന്തായാലും മോനെ എനിക്കൊരു വാക്ക് തരണം. മോൻ ഈ സത്യങ്ങളൊന്നും അമ്മയോട് തുറന്ന് പറയില്ലെന്ന് പറയുമ്പോൾ രോഹിത് ആദ്യം ഒന്നും മടിക്കുന്നുണ്ടെങ്കിലും പിന്നീട് അലീനയ്ക്ക് വാക്ക് കൊടുക്കുകയാണ്. ഇല്ല ചേച്ചി, ഞാൻ ഒരിക്കലും അമ്മയോട് പറയില്ല എന്ന് പറഞ്ഞ് രോഹിത് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ അങ്ങോട്ട് കൃഷ്ണമോള് വരുന്നുണ്ട്. ഇതെന്താ ചേച്ചി, രോഹിയേട്ടൻ കിച്ചണിലൊക്കെ സാധാരണ ഇങ്ങോട്ടും വരാറില്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ അലീന ചോദിക്കും, മോളെ നീ രോഹിത്തിനോട് സത്യങ്ങളൊക്കെ പറഞ്ഞോ എന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ചേച്ചി നീ നിന്ന് പരുങ്ങണ്ട, അവൻ എന്നോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്തിനാ മോളെ നീ അവനോട് സത്യങ്ങളൊക്കെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പോൾ, അത് പിന്നെ ചേച്ചി അമ്മയുടെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. എന്നാലും രോഹിയേട്ടൻ സത്യങ്ങളൊക്കെ അറിയേണ്ടതല്ലേ. എന്തായാലും ചേച്ചി പേടിക്കേണ്ട, രോഹിയേട്ടൻ ഈ സത്യങ്ങളൊന്നും ആരോടും പറയില്ല, പ്രത്യേകിച്ച് അമ്മയോട്. അപ്പോൾ അലീന ചോദിക്കും, മോളെ നീ സത്യങ്ങളെല്ലാം രോഹിത്തിനോട് പറഞ്ഞ വിവരം അച്ഛനോട് പറഞ്ഞിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ചേച്ചി, അച്ഛനോട് പറഞ്ഞിട്ടില്ല. ചേച്ചി ഇനി ഇത് അച്ഛനോട് പറയണ്ട, ചിലപ്പോൾ അച്ഛൻ എന്നെ വഴക്ക് പറയും, ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അലീന അവിടെ നിന്ന് പോവാണ്. അപ്പോൾ കൃഷ്ണമോളുടെ മുഖത്ത് ചെറിയൊരു സങ്കടമൊക്കെ വരും. ചേച്ചി വെറുതെ പറഞ്ഞതല്ലേ മോളെ, ഞാൻ അച്ഛനോട് ഒന്നും പറയില്ല എന്ന് പറയാണ് കേട്ടോ. അങ്ങനെ പിന്നീട് അതെല്ലാം കഴിഞ്ഞ് രേവതിക്കുട്ടി അലീനയെ വിളിക്കും. ആ ചേച്ചി എന്തൊക്കെയുണ്ട് വിശേഷം, ചേച്ചിയുടെ അനിയൻ ആ ദ്രോഹി അവൻ എന്ത് പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അലീന പറയും, മോളെ അവൻ സത്യങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, ഞാൻ വൈജ മേഡത്തിൻ്റെ മകളാണെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞു എന്ന് പറയുമ്പോൾ, അയ്യോ ചേച്ചി എന്നിട്ട് ആ ദ്രോഹി ചേച്ചിയുടെ അമ്മയോട് പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല മോളെ അമ്മയോട് പറയില്ലെന്ന് അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, ആ രോഹിത്തല്ലേ, അവനെ വിശ്വസിക്കാൻ കൊള്ളില്ല ചേച്ചി, അവൻ മിക്കവാറും ഇത് ചേച്ചിയുടെ അമ്മയോട് പറയുന്നു പറയുമ്പോൾ, ഇല്ല മോളെ അവനിപ്പോൾ ആ പഴയ രോഹിത്തല്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്തിൻ്റെ മാറ്റത്തെക്കുറിച്ചും രോഹിത്ത് തന്നെ ചേച്ചിയായിട്ട് അംഗീകരിച്ചതെല്ലാം അലീന അവിടെ രേവതിക്കുട്ടിയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ രേവതിക്കുട്ടി പറയും, എനിക്ക് ചേച്ചിയോട് ഒന്നേ പറയാനുള്ളൂ, അവൻ ചേച്ചിയുടെ അനിയനൊക്കെ തന്നെയാണ് എന്നും കരുതി അവനെ കണ്ണടച്ചങ്ങ് വിശ്വസിക്കേണ്ട എന്നും പറഞ്ഞ് രേവതിക്കുട്ടി അവിടെ ഫോൺ വയ്ക്കും. എന്തായാലും നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ വരാനിരിക്കുന്നത് സംഭവബഹുലമായിട്ടുള്ള അടിപൊളി എപ്പിസോഡുകളാണ്. അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ എപ്പിസോഡുകൾക്കായിട്ട്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്